ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഇതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു ദിനമാണ് ഫെബ്രുവരി 6 അന്താരാഷ്ട്ര FGM വിരുദ്ധ ദിനം. FGM എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. നമുക്കത്ര പരിചയമുള്ള വാക്കൊന്നുമല്ല, പക്ഷെ എൻ്റെ കണക്ക് നോക്കുക. ഇന്ന് ലോകത്ത് 230 മില്യൺ പെൺകുട്ടികൾ, സ്ത്രീകൾ ഈ FGMലൂടെ കടന്നുപോയിട്ടുണ്ട്. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ജെനിറ്റൽ ഓർഗൻസിലെ ക്ലിറ്റോറിസ് ഭാഗികമായോ പൂർണ്ണമായോ റിമൂവ് ചെയ്യുക. ആജീവനാന്തം ഒരു പെൺകുട്ടിയെ ക്രിട്ടിക്കൽ റിസ്കിലേക്ക് തള്ളിവിടാണ്. എത്രയോ മരണങ്ങൾ നടന്നിട്ടുണ്ട്. ആഫ്രിക്കയിലെ 30ഓളം രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ, ഏഷ്യയിലൊക്കെ ഇത് ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ക്രൂരത. ഇതിൻ്റെ പിന്നിലെ ചിന്ത എന്താ? പുരുഷ മേധാവിത്വമാണ്. സ്ത്രീയെ ഒരു ഭോഗവസ്തുവായിട്ട് കാണുന്നു. സ്ത്രീ എൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്, അവൾക്ക് ഈ സുഖഭോഗങ്ങളൊന്നും വേണ്ട എന്നൊരു പുരുഷൻ അങ്ങ് നിശ്ചയിച്ച് കൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു മതമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ ആചാരമായിട്ട് ആഘോഷിക്കുകയാണ്. പല മതങ്ങളും സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അവിടെ നിന്നുകൊണ്ട് വേണം ഇന്നത്തെ ഗോസ്പലിലെ സമരിയക്കാരി പെണ്ണിനെ കാണേണ്ടത്. ഈശോ എങ്ങനെയാണ് അവളെ കണ്ടത്? നമ്മളിപ്പോഴും അവളെ കാണുന്നത് എങ്ങനെയാണ്? അവളൊരു പാപം പിടിച്ച പെണ്ണ, വഴിപിടച്ച പെണ്ണായിട്ടാണ്. കാരണം 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവൻ അവൻ്റെ ഭർത്താവല്ല. ഇവള് സാറ്റിസ്ഫൈഡ് ഇല്ല. ഇവള് ഒന്നിന് പുറകെ ഒന്നായി പുരുഷന്മാരുടെ പിന്നാലെ പോകുന്ന ഒരു പെണ്ണാണെന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ക്രിസ്തു അങ്ങനെയല്ലല്ലോ കണ്ടത്. ക്രിസ്തു പറയുന്നുണ്ടല്ലോ, നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഭർത്താക്കന്മാരില്ലെന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് നിൻ്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. ഇത് ഈശോ തമാശ പോലെ പറഞ്ഞതൊന്നുമല്ല, ഇത് സത്യമായിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമാണ്. അത് അവളുടെ അവസ്ഥ അതാണ്. 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, യഹൂദ മതത്തിൽ ഒരു പെണ്ണിൻ്റെ ഭർത്താവ് കുട്ടികളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അവൾ അയാളുടെ സഹോദരനെ കെട്ടണം. അവനും മരിച്ചാൽ അടുത്ത ആളെ കെട്ടണം. അങ്ങനെ 5 ഭർത്താക്കന്മാരെ സ്വീകരിക്ക് വേണ്ടി വന്ന ഒരു പെണ്ണായിരിക്കണം ഇവള്. അതല്ലെങ്കിൽ ഇവൾക്ക് 5 ഡിവോഴ്സ് നടന്നിട്ടുണ്ടാവാം. മോശയുടെ നിയമം അനുസരിച്ച് ഉപേക്ഷപത്രം എഴുതി കൊടുത്തൊരു പെണ്ണിനെ വളരെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ മാറ്റി നിർത്താം. അതായിരുന്നു അവരുടെ നിയമം. എന്നുവെച്ചാൽ ഒരു ചോദ്യവും പറച്ചിലൊന്നുമില്ല. ഉപേക്ഷപത്രം എഴുതി കൊടുത്ത അവൾ ഔട്ട്, അവൾ പുറത്തായി. അങ്ങനെ അവൾ ഒരു ഇരയായിട്ട് മാറിയ സ്ത്രീയാണെങ്കിലോ? അതിനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ഇരയായിട്ട് മാറിയ പെണ്ണിൻ്റെ മുന്നിൽ ഈശോ നിൽക്കുന്നത്. അത് ഈശോ അവളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈശോ എപ്പോഴും ഇരയുടെ കൂടെയാണ്. ഈശോ എപ്പോഴും അവളുടെ കൂടെയാണ്.